ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലി അസാതീദിനാ വലിൽ ഉലമാഇൽ ആമിലീന വൽ മുസന്നിഫീന സ്വാലിഹീൻ വഗ്ഫിർ ലനാ വലി ജമീഇൽ മുഅ്മിനീൻ. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തുഖിദൽ ഫൈഉ ദിവല വൽ അമാനതു മഗ്നമ വസ്സകാതു മഗ്റമ വതുഉല്ലിമ ലിഗൈരിദ്ദീൻ വഅതാഅ അർറജുലു ഇംറഅതഹു വഅഖ ഉമ്മഹു വഅദ്നാ സ്വദീഖഹു വഅഖ്സാ അബാഹു വളഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദ് വസാദൽ ഖബീലത ഫാസിഖുഹും വകാന സഈമുൽ ഖൗമി അർദലഹും وأكرم الرجل مخافة شره وظهرت القينات والمعازف وشربت الخمور ولعن آخر هذه الأمة أولها فارتقبوا عند ذلك ريحا حمراء وزلزلة وخسفا ومسخا وقذفا وآيات تتابع كنظام قطع سلكه فتتابع. റവാഹു തിർമിദി റഹിമഹുല്ലാ. സദഖർ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാൾ അടുക്കുമ്പോഴുള്ള അവസ്ഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചതാണ്. അശ്റാത്തു സാഅത്ത് വിവരിക്കുന്ന ഒരു പ്രധാന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഈ ഹദീസ് തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിഷ്കാത്തുൽ മസാബീഹ് അശ്റാത്തു സാഅത്തിൻ്റെ ബാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. അന്ത്യനാളടുക്കുമ്പോഴുള്ള കുറേ അവസ്ഥകൾ പറഞ്ഞ് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ വലിയ തീക്കാറ്റും മഹാ അപകടങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഒന്ന്, ഇദത്തുഹിദൽ ഫൈഉ ദിവല. ഫൈ സ്വത്ത് യഥേഷ്ടം ഉപയോഗിക്കപ്പെടുമ്പോൾ, ഇസ്ലാമിക ഭരണം നടക്കുന്നിടത്ത് അവിടെ താമസിക്കുന്ന അമുസ്ലിങ്ങളിൽ നിന്ന് ജിസിയ ഇനത്തിലും മറ്റും ലഭിക്കുന്ന ധനമാണ് ഫൈ. അത് ഉപയോഗപ്പെടുത്തേണ്ട നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും പാലിക്കാതെ സ്വന്തം സ്വത്ത് പോലെ അതിനെ ഉപയോഗിക്കുക. ഈ ഹദീസ് വിശദീകരിച്ച് പറയുന്നത്, അൽ മുറാദു ഫിൽ ഹദീസി അന്നൽ അഗ്നിയ വ അസ്ഹാബൽ മനാസിബി യതദാബലൂന അംവാലൽ ഫൈഇ വയംനഊനഹ മിൻ മുസ്തഹിഖിഹ വയസ്തഅ്സിറൂന ബിഹുഖൂഖിൽ ഫുഖറാ. സമ്പന്നരും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഇത്തരം ഫൈ സ്വത്തുകൾ അർഹതപ്പെട്ടവർക്ക് നൽകാതെ സ്വന്തം സ്വത്ത് പോലെ ഉപയോഗിക്കുന്നു. പാവങ്ങൾക്ക് അവകാശപ്പെട്ടത് അവർ സ്വന്തമാക്കുന്നു. രണ്ടാമത്തെ കാര്യം, വൽ അമാനത്തു മഗ്നമ. സൂക്ഷിച്ചേൽപ്പിച്ച സ്വത്ത് ദാനമായി കിട്ടിയതുപോലെ, സ്വന്തം നേടിയെടുത്ത ധനം പോലെ ഉപയോഗിക്കുന്നു. മൂന്നാമത്തേത്, വസ്സക്കാത്തു മഗ്റമ. സക്കാത്ത് കൊടുക്കേണ്ടത് കൊടുക്കാതെ അതങ്ങനെ നീട്ടിവെക്കുന്നു. സക്കാത്ത് കൊടുക്കാൻ വലിയ ഭാരം അവർക്ക് തോന്നുന്നു. അങ്ങനെ അത് കൊടുക്കാതെ അതൊക്കെ അവിടെ കടമായി അവശേഷിക്കുന്നു. നാലാമത്തെ കാര്യം, തുഉല്ലിമ ലിഗൈരിദ്ദീൻ. ദീനിന് വേണ്ടിയല്ലാതെ പഠനങ്ങൾ നടക്കുന്നു. വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം എന്ന പേര്, ലക്ഷ്യം അതല്ല, ഭൗതികമാണ്. ആഖിറമല്ല ലക്ഷ്യം, ദുന്യാവാണ്. അള്ളാഹുവിൻ്റെ വജഹിനല്ല പഠിക്കുന്നത്, സ്വന്തമായ കുറേ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസം നടത്തുന്നത്. മതവിദ്യാഭ്യാസത്തിന് വഖഫ് ചെയ്ത സ്വത്തുകളും ദാനം നൽകപ്പെട്ടതൊക്കെ ഇത്തരം രീതിയിൽ പഠനം നടത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടിയല്ലാത്ത പഠനം നടത്തലും അവരെ പഠിപ്പിക്കലും എല്ലാം തെറ്റാണ്.
വ അതാ റജുലു ഇംറഅതഹു. അഞ്ചാമത്തെ കാര്യം, ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് വഴിപ്പെടുന്നു, അതേസമയം വ അക്ക ഉമ്മഹു, സ്വന്തം ഉമ്മയെ ദ്രോഹിക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു. അതാണ് 5ഉം 6ഉം കാര്യങ്ങൾ. പിന്നെ വ അദ്നാ സ്വദീഖഹു വ അഖ്സാ അബാഹു. വ അദ്നാ സ്വദീഖഹു, സ്വന്തം കൂട്ടുകാരെ അടുപ്പിക്കുന്നു. വ അഖ്സാ അബാഹു, സ്വന്തം പിതാവിനെ അകറ്റുന്നു. തൻ്റെ യഥാർത്ഥ ഗുണകാംക്ഷികളെ അകറ്റി നിർത്തുന്നു, അന്യരെ അടുപ്പിക്കുന്നു. വ ലഹറത്തിൽ അസ്വാത്തു ഫിൽ മസാജിദി, പള്ളികളിൽ ശബ്ദങ്ങൾ ഉയരുന്നു, ശബ്ദങ്ങൾ പ്രകടമാകുന്നു. പള്ളിയിൽ വെച്ച് ആവശ്യമില്ലാതെ ശബ്ദം ഉയർത്താൻ പാടില്ല. നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന വിധത്തിൽ ഒരു കാര്യവും ശബ്ദമുയർത്താൻ പാടില്ല. അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കാനും അതിന് സൗകര്യപ്പെടുത്തിക്കൊണ്ടുമാണ് മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടാക്കുന്ന പള്ളികൾ. കുറച്ച് വലിയ പള്ളിയാണെങ്കിൽ 3 ഭാഗം അതിനുണ്ടാകും. ഒന്ന് ഒരകത്തെ പള്ളി, മറ്റൊന്ന് പുറത്തെ പള്ളി, പിന്നെ വരാന്ത ചെരുവുകളായിട്ട് വേറെ ഉണ്ടാവും. അതിൽ പള്ളിയായി വഖഫ് ചെയ്യാത്ത വരാന്തയും ചെരും, അത് പള്ളിയോട് യോജിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും, യോഗം കൂടേണ്ടി വരും, കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് സൗകര്യപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയിരുന്നത്. അകത്തെ പള്ളിയിൽ നിസ്കാരം നടക്കേണ്ടി വരും. നിസ്കാരത്തിന് ശേഷം ഹദ്ദാദ്, ദിക്ർ കാര്യങ്ങളൊക്കെ അവിടെ ഔദ്യോഗികമായിട്ട് തന്നെ നടത്തേണ്ടി വരും. അപ്പോൾ നിസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് പുറത്തെ പള്ളി വേറെ. എന്നാൽ അവിടെ നിസ്കാരം കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് നടക്കും. താഴെ നിസ്കരിക്കുന്ന ഇമാമിനോട് തട്ടിൻ്റെ മുകളിൽ നിന്ന് മഅ്മൂമ് തുടരൽ സുന്നത്തിനെതിരാണ്. അത്യാവശ്യമാകുമ്പോഴൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും, അത് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ പൊതുവിൽ മുസ്ലിം രാജ്യങ്ങളിലൊന്നും പള്ളിക്ക് തട്ടുകൾ ഉണ്ടാവാറില്ല. അവിടെയുള്ള വലിയ ടവറുകളൊക്കെ ഒരുപാട് നിലകൾ ഉയർന്നു കിടക്കും. പക്ഷേ പള്ളികൾ കൂടുതൽ നിലകൾ ഉണ്ടാവാറില്ല. കാരണം ഇമാമ് നിൽക്കുന്ന ആ നിലയിൽ തന്നെ മഅ്മൂമുകളും നിൽക്കലാണ് സുന്നത്ത്. എന്നാൽ ഭൂമിക്ക് വലിയ വിലയില്ലാത്ത കാലത്തും പണ്ട് കാലത്തെ നമ്മുടെ കേരളത്തിലുള്ള പള്ളികൾക്കൊക്കെ തട്ടുണ്ട്. അത് ദർസ് കരുതിയിട്ടുണ്ടാക്കുന്നതാണ്. അത് ദർസ് വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് ദർസിൻ്റെ ഹോസ്റ്റലിൽ ആയിട്ടാണ് പള്ളിക്ക് തട്ടുണ്ടാക്കുന്നത്. നിസ്കാരം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ പള്ളിൻ്റെ പവിത്രതയ്ക്ക് യോജിക്കാത്ത വിധത്തിലാണ് ദുന്യവിയായ ശബ്ദങ്ങളും സംസാരങ്ങളൊക്കെ ഉയരുന്നത്. അത് ഒരു ഗൗരവത്തിൽ പലരും കാണുന്നില്ല. ആ അവസ്ഥയിൽ വലഹറത്തിൽ അസ്വാത്തു ഫിൽ മസാജിദി, പള്ളികളിലൊക്കെ സംസാരങ്ങൾ, ശബ്ദങ്ങൾ പ്രകടമായി വന്നു. വസാദൽ ഖബീലത്തെ ഫാസിഖുഹും, സമുദായത്തെ തമ്മാടികൾ നയിക്കുന്നു. ദീനും തഖ്വയും ഇല്ലാത്തവർ. തഖ്വ അള്ളാഹുവിനെ സൂക്ഷിക്കല, അതിന് ദീനിൻ്റെ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്നവരായിരിക്കണം. അവരെ അഖീദ ശരിയാവണം, അവരുടെ കർമ്മങ്ങൾ ശരിയാവണം, ദുർവൃത്തരാവരുത്. എന്നാൽ അത്തരം ആളുകളാണ് പലപ്പോഴും നേതൃസ്ഥാനത്തേക്ക് വരുന്നത്, ആ നാടിനെ നിയന്ത്രിക്കുന്നത്, സമുദായത്തെ നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത്. വകാന സഈമുൽ ഖൗമി അർദലഹും, ഏതൊരു ജനതയുടെയും ഒരു വിഭാഗത്തിൻ്റെയും കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആൾ, അതാണ് സഈം. അവർ അർദലഹും, ഓല കൂട്ടത്തിലെ ഏറ്റവും മോശക്കാരായി മാറുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശക്കാരായി നിന്നിരുന്ന ആളുകൾ ഓല ഭരിക്കാൻ വരിക, ഓല കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന അവസ്ഥ വരിക. വേണ്ട പക്വതയും വിവേകതയും ഇല്ലാത്ത ആളുകളാണ് നേതൃത്വത്തിൽ വരുന്നത്. ഇനി പറയുന്നത് വ ഉക്രിമർ റജുലു മഖാഫത്ത ശർരിഹി, ഓരോരുത്തരെ ബഹുമാനിക്കപ്പെടുന്നുണ്ട്, ആദരിക്കപ്പെടുന്നുണ്ട്. എന്തിന്? മഖാഫത്ത ശർരിഹി, ഓൻ്റെ ഷെറ് ഭയന്നിട്ട്.
ഓനെ മാനിച്ചില്ലെങ്കിൽ, ഓനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ, അവനെ ആദരിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഉൽമുകൾ വരും, ഷെറുകൾ വരും. അപ്പോൾ അവരെ കൊണ്ടുള്ള ശല്യമില്ലാതിരിക്കാൻ അവരെ ബഹുമാനിക്കേണ്ടി വരിക, ആദരിക്കേണ്ടി വരിക. മനസ്സിനുള്ളിൽ അവരോട് മതിപ്പോ ബഹുമാനം ഉണ്ടായിട്ടല്ല, അവരുടെ വ്യക്തിത്വത്തോട് യാതൊരു ബഹുമാനവും ഇല്ല. ചിലപ്പോൾ അവർ പണക്കാരായിരിക്കും, അപ്പോൾ ആ പണം കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കും. അത് ആ വ്യക്തിക്ക് കിട്ടുന്ന ബഹുമാനമല്ല. ആ പണം ഇല്ലാതായാൽ അവനെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല. ഒരാൾക്ക് മറ്റെന്തെങ്കിലും പ്രതാപമോ സ്ഥാനമോ ഉണ്ടെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് അവരെ ബഹുമാനിക്കുക, നമുക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ കിട്ടാൻ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഉപദ്രവം ഇല്ലാതിരിക്കാൻ. വലഹറത്തിൽ ഖൈനാത്തു, പാട്ടുപാടുന്ന സ്ത്രീകൾ പ്രകടമായി. പുരുഷന്മാരുള്ള പൊതുവേദികളിലും സ്ത്രീകൾ വന്ന് ഗാനം ആലപിക്കുന്ന, അങ്ങനെയാണല്ലോ. കലയുടെ പേരിലാകുമ്പോൾ പിന്നെ എന്തും പറ്റും. അതിലുള്ള മതനിയമങ്ങളൊന്നും നോക്കുന്നില്ല. കുറച്ച് കാലം മുമ്പ് വരെ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ, ഒരു മുഅ്മിനീങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഇന്ന് സാർവത്രികമായി നടക്കുകയാണ്. വൽ മആസിഫു, സംഗീതോപകരണങ്ങളും പ്രകടമായി. ശർഇൽ അനുവദിക്കപ്പെട്ട സംഗീതോപകരണങ്ങളൊക്കെ ഉണ്ട്, ദഫ് പോലത്തതൊക്കെ. പക്ഷേ പലതും അങ്ങനല്ല, നിഷിദ്ധമായ ഹറാമായ ഉപകരണങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നത്. അവയെ എതിർത്ത് പറഞ്ഞാൽ ആ പറഞ്ഞവൻ ജനങ്ങൾക്കിടയിൽ പ്രതിയാക്കപ്പെടുകയാണ്, കുറ്റപ്പെടുത്തപ്പെടുകയാണ്. ശുരീബത്തിൽ ഹുമൂർ, മദ്യപാനം നടക്കുന്നു, കള്ളുകൾ കുടിക്കപ്പെടുന്നു. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെ വ്യാപകമായി. വളരെ മാന്യന്മാരായ ആളുകളും അവരുടെ മക്കളും പക്ഷേ ഈ പണിക്ക് വരുമ്പോൾ ആരും അവരെ കുറ്റപ്പെടുത്തൂല. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ബാക്കിയുള്ളവരും നിന്ന് കൊടുക്കുക, അവരോട് മറ്റുള്ളവരും വഴിപ്പെടുക. അങ്ങനെ കള്ളുകുടി, ലഹരികൾ പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ വ്യാപകമായി. പാവങ്ങൾ അതിൽ വഞ്ചിക്കപ്പെടുന്നു, കുട്ടികൾ. ആ ചതിയിൽ അവരും വീണ് അവരതിന് അടിമപ്പെടുന്നു. പിന്നെ മറ്റൊരു കാര്യം, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ അവസാന കാലക്കാർ ശപിച്ചു പറയുന്നു, കുറ്റപ്പെടുത്തുന്നു. അവ്വലഹ, അതിൻ്റെ ആദ്യകാലക്കാരെ. മുൻഗാമികളെ കുറ്റം പറയുക, കഴിഞ്ഞുപോയ ഇമാമുകളെ കുറ്റം പറയുക, അവരൊക്കെ മോശമായി കാണുക. പഴയ ആളുകൾ അവർ വിവരമില്ലാത്തവരാണ്, അവർ മോശക്കാരാണ്, അവർക്ക് അന്തല്ല എന്ന രൂപത്തിൽ പുതിയ ആളുകൾ അവരെ കാണുന്നു. എന്നിട്ട് അവരുടെ നിലപാടുകളെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ എല്ലാ നിലക്കും ആദരിക്കപ്പെടാൻ അർഹർ, മാനിക്കപ്പെടേണ്ടവർ ആ മുൻഗാമികളാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കാണാൻ തുടങ്ങിയാൽ ഫർത്തഖിബു ഇന്ദ ദാലിക റീഹൻ ഹംറാ, ഫർത്തഖിബു, നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, ഇന്ദ ദാലിക, ആ ഘട്ടത്തിൽ, റീഹൻ ഹംറാ, ചുവന്ന കാറ്റ്, തീക്കാറ്റ്. ആ തീ എവിടുന്ന് ഉത്ഭവിക്കുന്നു എന്ന് ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല. വസൽസലത്തൻ, ഭൂകമ്പങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഹസ്ഫൻ, ഭൂമി വിഴുങ്ങുന്ന അവസ്ഥയെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. മനുഷ്യൻ ഭൂമിയിലേക്ക് താഴുക, മനുഷ്യൻ്റെ മീതെ മണ്ണ് വന്ന് കൂടുക, അത് പല നിലക്കുന്ന് നമ്മൾ കാണുന്നുണ്ട്. ജനങ്ങൾ മണ്ണിനടിയിൽ പെടുകയാണല്ലോ. ഇനി ഖാറൂനെ ഭൂമി വിഴുങ്ങിയതുപോലെ ഭൂമിയിലേക്ക് ആണ്ടുപോവാം. പല രൂപത്തിലും ഇതൊക്കെ സംഭവിക്കാം. മസ്ഹൻ, കോലം മാറ്റൽ, കോലം മറിക്കൽ. അസ്ഹാബുൽ ഐലത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല കുരങ്ങന്മാരാക്കി മാറ്റിയത് ഖുർആനിൽ പറയുന്നുണ്ട്. കൂനു ഖിറദത്തൻ ഖാസിഈൻ. കോലം മറിക്കപ്പെടുന്ന അവസ്ഥ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് മനുഷ്യൻ മറ്റേതെങ്കിലും ജീവികളുടെയൊക്കെ രൂപത്തിലേക്ക് തരമറിക്കപ്പെടാം. അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവവും അവസ്ഥവും മറ്റു പല ജീവികളുടെ സ്വഭാവങ്ങളും അവസ്ഥകളുമാവാം. എല്ലാം സംഭവിക്കാം. ഖദ്ഫൻ, കല്ലുകൊണ്ടുള്ള ഏറ് നിങ്ങൾക്ക് വരാം.
എവിടുന്ന ആകാശത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏറി വരുന്നെ. പലതും ഭൂമിയിൽ വന്ന് ഭവിക്കുന്നു. ആകാശത്ത് നിന്നുള്ള കല്ലേറ് ഭൂമിയിലേക്ക് വരുന്നു. വ ആയാത്തിൻ, ഇതുപോലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് അപകടങ്ങൾ, പരീക്ഷണങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി വരുന്നു, തുടരെ വരുന്നു. തബിഅ, അത് ഫാഅല വസനിൽ പറയുമ്പോൾ താബഅ, അതിൻ്റെ മുളാരി യുതാബിയു. തഫാഅല വസനിൽ പറയുമ്പോൾ തതാബഅ യതതാബഉ, യതതാബഉ യതതാബആനി യതതാബഊന, തതതാബഉ. അവിടെ 3 താ വരും. ഒന്ന് മുളാറാത്തിൻ്റെ അർഫ്, 2 തഫാഉലംബാബിലെ സായിദ, 3 ഫാഫീൽ, അതും താ ആണ്. അങ്ങനെ 3 താ വരുന്നുണ്ട്. ആ തഫാഉല് ബാബുകളിൽ ഇങ്ങനെ 2 താ ഒരുമിച്ച് കൂടുമ്പോൾ ഒന്നിനെ കളയാം. അങ്ങനെ ഒരു താ കളയപ്പെട്ടു. ഫീല് മുളാരിയാണ്. അതുകൊണ്ടാണ് തതാബഉ എന്ന് ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്ത് പറയുന്നത്. മാളിയാകുമ്പോൾ ഫത്തഹിൻ്റെ മേൽ മബ്നിയായിരിക്കും. കനിളാമിൻ, ഒരു മാല പോലെ. ഖുതിഅ സിൽക്കുഹു, അതിൻ്റെ ആ മുത്തുമാലയുടെ നൂല് പൊട്ടിയാൽ എന്താ സംഭവിക്കുക? അതിലുള്ള മണിമണികൾ ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ടുണ്ട് വരും. ഫതതാബഅ, അങ്ങനെ ഓരോ മണികളായി ഒന്നിന് പിന്നാലെ ഒന്നായി വീഴുന്നു. അത് ഫീല് മാളിയ, ഫത്തഹിൻ്റെ മേൽ മബ്നി. നൂല് പൊട്ടിയ ആ മാലയിൽ നിന്നും അതിൻ്റെ മണികൾ ഒന്നിൻ്റെ പിന്നാലെ ഒന്നായി വീഴുന്നു. അതുപോലെ വിപത്തുകൾ ഒന്നിൻ്റെ പിന്നാലെ ഒന്നായി വരും. ഇതുപോലെ അന്ത്യനാൾ അടുക്കുമ്പോഴുള്ള അവസ്ഥകൾ പറയുന്ന ഹദീസുകളിൽ ഉള്ള പ്രവചനങ്ങളൊക്കെ ഓരോന്ന് ഇന്ന് പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിങ്ങനെ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ത്യനാളിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.